ഓക്കെ, അപ്പോൾ എട്ടിക്സ് TRV മീറ്റിംഗ് ആണ്. TRV മീറ്റിംഗ് വിളിച്ചു. എട്ടിക്സ് മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്ത് സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞോടാ ചേട്ടാ. ഓക്കെ കേൾക്കാം, അവർ പറയുമല്ലോ. എടോ എൻ്റെ ഹേരി. ഹലോ ഒരു സെക്കൻഡ്. എടാ രോഹ, എടാ വണ്ടി എടുത്തോണ്ട് പോടാ, കേക്കുന്നില്ല. ഒരു സെക്കൻഡ്. ആ പുതിയ എട്ടിക്സിന് ഡ്രസ്സാണ്. DRVയും കളർ മാറ്റി, മഞ്ഞന്ന് സിയാനാക്കി. ആ കേക്കോ? ആ ബ്രോ കേക്കാവോ? ഹലോ ബ്രോ കേക്കാവോ? ആ പറഞ്ഞു, എന്തോ പറ്റി? ഞങ്ങളല്ലല്ലോ ബ്രോ മീറ്റിംഗ് ഇട്ടേ, നിങ്ങളല്ലേ വിട്ട്. അതാ വാട്സാപ്പിൽ ഇങ്ങനെ നമ്മുടെ മെൻഷനാക്കി എന്റെ തലയെ മെൻഷനാക്കി ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, വിളിച്ചത്. ആ എനിക്കറിയത്തില്ല, നിങ്ങൾ വന്നപ്പോ തൊട്ട് ഇവിടെ. ബ്രോ പേരെന്തുവായിരുന്നു? ബ്രോ പേരെന്തുവായിരുന്നു? എന്റെ പേരാണോ? ആ സ്കൂബി ബ്രോ. സ്കൂബി ബ്രോ. ഞങ്ങൾ വന്നപ്പോ തൊട്ട് നിങ്ങൾ എന്നെ എന്റെ മുട്ടയെ പറ്റി പരാമർശിക്കുമായിരുന്നു. ബ്രോ സത്യം പറഞ്ഞ ഞാൻ കണ്ടത് ഞങ്ങളുടെ അല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു ബ്രോ. അപ്പൊ നമ്മളിങ്ങനെ ഞങ്ങള് ഒരു പരിപാടി, അതിന് മുമ്പ് ഫസ്റ്റ് എന്റെ മുട്ടയെ പറ്റിയാ പരാമർശിച്ചു തുടങ്ങിയത് നിങ്ങൾ. ആ അതുകൊണ്ട് അപ്പൊ നിങ്ങളപ്പോ അതെന്തോ വിഷയം, എന്തെങ്കിലും വിഷയം ഉണ്ടോ? ഞാൻ മുടി വളർത്തണോ ഇനി? വളർത്താറ്റോ? എനിക്ക് അറിഞ്ഞൂടാ. വളർത്താൻ പറ്റും. വിഗ് വെക്കുന്നത്, വിഗ് ഗൾഫ് ഗേറ്റ്. ഓ ഡാർക്ക്, അതാ വിക്കൊക്കെ വെക്കാൻ ഭയങ്കര ചടങ്ങല്ലേ, നീ ഹോസ്പിറ്റലിൽ ഒരു പോയി. കുഴപ്പമില്ല, ഞാൻ വേറെ അടുത്തും വിഗ് വെച്ചിട്ടുണ്ട്, അവിടെ വളർന്നിട്ടില്ലല്ലോ. ഓ എല്ലാ ഇപ്പൊ വിഗ് ആണോ? ആ വിക്ക. ഓ പ്രായമായില്ലേ? ഓ നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ടോബി ഉണ്ടോ, ടോർക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണോ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണോ? അല്ല, വെറുതെ ചോദിക്കത്തില്ലല്ലോടാ. അവർക്ക് എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ. എന്നോട് ചോദിച്ചിട്ട് ഇപ്പൊ ആരാ ചോദിച്ചത്? ആരാ ചോദിച്ചത്? നിങ്ങളുടെ ആൾക്കാരോട് ചോദിക്ക്, നിങ്ങളല്ലേ അന്വേഷിച്ചത്. പുള്ളിക്കാരൻ പോയി. ആ സമയത്ത് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ടോബിയൊക്കെ സിറ്റിയിൽ ഉണ്ടായിരുന്നു ആ ടൈം. ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തുവായിരുന്നു അറിയായിരുന്നല്ലോ. എന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ചിട്ട് നടക്കൂ. അങ്ങനെ അതിന് അന്വേഷിച്ചാണോ ഈ വാർച്ചാറ്റിൽ എന്റെ മുട്ടയെ പറ്റി പരാമർശിച്ചേ? അല്ല, നമ്മുടെ ഇങ്ങോട്ട് ആൾക്കാരെ പറഞ്ഞോണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. വേറെ സീനൊന്നും നിങ്ങൾക്ക് ഇല്ല. എനിക്ക് ഞാൻ എത്രയോ വിഷയമില്ല, ഞാൻ ഹാപ്പിയാണ്. എന്റെ മുട്ട ഇല്ലേ, വേറെ ഒന്നും അല്ല. എടാ നിങ്ങക്ക് വേറെ സീനൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വാർച്ചാറ്റിലിട്ട് നിങ്ങൾ ഞാൻ പോയിട്ട് ഇനി പിന്നെ എന്റെ മുട്ടയെ പറ്റി പരാമർശിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഓ ശരിയാണല്ലേ. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കി വാറ്, അല്ലെങ്കിൽ ഈ മുട്ടയെ പറ്റി പരാമർശിച്ചതിൽ ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ വാറ് നമുക്ക് അടിക്കാം. ആണല്ലേ? വേണോ ഒരു മുട്ട വാറ്? ഞാനിപ്പോ പറഞ്ഞത് ഞാൻ കൃത്യം നിങ്ങൾ വാറ് ജയിച്ചാൽ ഞാൻ മുടി വളർത്താം. ഓ മാൻ, അതൊക്കെ വല്ലാത്ത ടാസ്ക് ആയി പോലെ. ഞങ്ങള് വാറ് ജയിച്ചാ നിങ്ങൾ മുടി വളർത്തോ? ഞാൻ മുടി വളർത്തും, എനിക്ക് വിഷയമൊന്നുമില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. അത്രേ ഉള്ളൂ. വാറടിക്കണം താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തായാലും വളർത്താൻ നിൽക്കുക, മനസ്സിലായോ? ഇതൊരു ചടങ്ങായിട്ട് വെച്ചിട്ട് ഞാൻ എന്തായാലും മുടി വളർത്താം. ടാക്ടിക്സ് കൊള്ളാമല്ലോ. അതാകുമ്പോ പിള്ളേരുടെ അടുത്ത് നാണം കെടാൻ നിക്കുമല്ലോ അല്ലേ? അപ്പൊ എങ്ങനെ നിങ്ങൾ വാറ് വിളിക്കുമല്ലോ? നമ്മളെന്തിനാ വിളിക്കുന്നത്? അണ്ണാ ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾ ടോബിയെ തിരക്കി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അതിന് എന്നെ മുട്ടയെ പറ്റി പരാമർശിച്ചതാരാ? മീറ്റിംഗ് വിളിച്ചതാ. എടാ മീറ്റിംഗ് എന്തിനാ വിളിച്ചേ? എന്റെ മുട്ടയെ വഴിയെ വന്നവർക്കൊക്കെ എതിരെ. അപ്പൊ നിങ്ങൾക്ക് വാറ് വിളിക്കണ്ട, സിറ്റുവേഷൻ കഴിഞ്ഞ്. എനിക്ക് സിറ്റുവേഷൻ ഇല്ല. എന്റെ മുട്ടയെ പറ്റി പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. പറഞ്ഞോ മുട്ടെ, വിളിച്ചോ, നീ വിളിച്ചോ. മുട്ടേന്നല്ലേ, അല്ലാതെ കൊട്ടേന്നല്ലല്ലോ നിങ്ങൾ പറയുന്നേ. അപ്പൊ വിഷയമില്ലല്ലോ, നിങ്ങൾക്ക് വിഷയമില്ലല്ലോ. പോവല്ലേടാ. ഒരു സെക്കൻഡ്. ആശുണ്ടോ നിങ്ങളുടെ കൂടെ? ഇപ്പൊ നിങ്ങൾ ആരും വിളിക്കില്ല, നമ്മൾ എന്നെ വിളിക്കണം. നമ്മൾ എന്നെ വിളിച്ച്
ഞാൻ പറഞ്ഞില്ലടാ, നമുക്ക് സീനൊന്നും ഇല്ലടാ. ഞങ്ങൾ പരിപാടിക്കായോണ്ട് പരിപാടിയൊക്കെ ആയിട്ട് സെറ്റ് അടിച്ച് നിൽക്കുമായിരുന്നു. ഒരു ജിഞ്ച് അടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത്. ഓ അങ്ങനെ. കുപ്പിയൊക്കെ വീട്ടിലിരിക്കുക, വരുമെങ്കിൽ കൂടായിരുന്നു. വേണ്ട വേണ്ട, ഹറാം അതൊക്കെ. അയ്യോ, ഇപ്പം അസ്തഗ്ഫിറുല്ലാ. നമ്മള് വാറ് വിളിച്ച് കഴിഞ്ഞാ നിങ്ങളെ മുടി വളർത്തുന്നാണ് പറയണത്. ആ വിളിക്കും, വളർത്താം, ഇഷ്യൂ ഒന്നും ഇല്ല. ഓ മാൻ. നല്ല ഇത് കേട്ടോ, ഇതാരാ ചെയ്ത ഡ്രസ്സ്, ആരാ തയ്ച്ചത്? നല്ല ഡ്രസ്സ് കേട്ടോ. നമ്മുടെ ഒരു കൂടെയുള്ളൊരു പയ്യനാണ്. മാസ്ക് ഒന്ന് തയ്ച്ചേ. മാസ്ക് കഴിക്കുള്ളൂ. അയ്യോ അയ്യോ, വേണ്ട വേണ്ട, അതൊക്കെ ഹറാമാണ്. എന്തിനാണ് മാസ്ക് ഒക്കെ? എന്റെ മുഖം ഇങ്ങനെ തന്നെയാണ്. അതെ അതെ. എന്തായാലും നീ ഹെലികോപ്റ്റർ കളഞ്ഞോ നിന്റെ? എന്നാ വാ. ഓക്കെ. വേറെ കോലിഡേഴ്സ് ആയിട്ടില്ലേ നിങ്ങളുടെ? ഹോളിഡേസിനെ കൊണ്ടുവന്നില്ല അതിനായിട്ട് അവര്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എടുത്തു വന്നു കണ്ടു 100 ആഴ്ച. ഞാൻ പറയാം പുള്ളിക്കാരൻ വന്നിട്ട് ഇന്ന് കളിയിൽ 7 കില്ലൊക്കെ അടിക്കുന്നപ്പോ ചുമ്മാ സെറ്റ് എന്ന് പറഞ്ഞു വിട്ടേക്കണം. എല്ലാ വിഷമമാവും പുള്ളിക്ക്. പുള്ളിക്കാരൻ ഇന്ന് ഞങ്ങളെ 7 മറ്റേ ടർഫിന് 7 കില്ലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓ കൊള്ളാം കൊള്ളാം. ഇതാ ഞാൻ പറഞ്ഞ കോലീഡർ 7 കില്ല് 7 അപ്പ്. ഇതാ കോലീഡർ രോഹൻ. ഇത് രോഹൻ, പേര് രോഹൻ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ബ്രോ മൈ നെയിം ഈസ് രോഹൻ, ഡിആർവിയിലെ കോ-ലീഡർ ആണ്. ഇംഗ്ലീഷ് പാച്ചാ വിട്ടത് വെറുതെ ആണോ? മൈ നെയിം ഈസ് രോഹൻ ഭായ് ആൻഡ് ഐ ആം ദി കോ-ലീഡർ ഓഫ് ദിസ് ഗാങ്. ഇംഗ്ലീഷ് മലയാളം മതി. ഇതാ ഞാൻ പറഞ്ഞ പഠിക്കാൻ വെറുതെ വിടുവാ. ആ സമയത്ത് 1 രൂപയുടെ കുർക്കുറ മേടിച്ചിരുന്നെങ്കിൽ എനിക്ക് ലാഭമായിരുന്നു. 1 രൂപയ്ക്ക് കുർക്കുറ കിട്ടില്ല മാമ. കുർക്കുറ കിട്ടും, 9 രൂപ കൊടുക്കണം. ബ്രോ ഓ എന്തായി മാമ? സ്കൂബി എന്തായി? സ്കൂബി എന്തായി? പറഞ്ഞോ എന്താ മാമ പ്രശ്നം? സ്കൂബി എന്തായി? എനിക്കറിയത്തില്ല. സ്കൂബി ലീഡർ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. പേരെന്തായിരുന്നു? ഒരു സെക്കൻഡ് ചുമ്മാ വാ. ഒരു സെക്കൻഡ് കഴിഞ്ഞു വാ. നമ്മള് പഞ്ച്വാലിറ്റി ഉള്ളവരാ. എന്താ പറ്റിയേട്ടാ? Two hours later. പോയാ? ഇതൊക്കെ പോയി കേട്ടാ. ഇത് പോയി. സ്പെക്ക് ചെയ്യാനൊരു ഇത് കിട്ടുന്നില്ല. ഒരു ടച്ച് വിട്ടുപോയി. വരുന്നുണ്ട്. ഹലോ സുഹൃത്തെ പറഞ്ഞു. ഇതിപ്പോ നമ്മളേതായാലും വാറ് വിളിക്കുന്നില്ല. നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് വിഷയമില്ലെന്ന് പറഞ്ഞില്ല. നമുക്ക് വിഷയം ഉണ്ടോടാ? ഇല്ല. പറഞ്ഞു പിരിയാം. താങ്ക് യു, ബൈ. ഓക്കെ. ആശിനെ ഞാൻ തിരക്കിന്ന് പറഞ്ഞ ഒരു ഉമ്മയും കൂടെ എന്റെ ചെറുക്കനായിരുന്നു. സ്റ്റാൻലിക്ക് എന്റെ വക. ശരി വാറില്ല. രക്ഷപ്പെട്ടു. ഇപ്പൊ 2 ടീമും 2 വഴിക്ക് പോയിട്ടുണ്ട്. എട്ടിക്സ് ഒന്ന് കൊളത്തിട്ട് വയ്ക്കാവാണ്. പക്ഷെ ശരിയത് ഇതാക്കിയില്ല. നൈസായിട്ട് സംസാരിച്ചിരുന്നു കേട്ടാ. അവരെ കൊണ്ട് വേറെ വിളിപ്പിക്കാൻ നോക്കി. പക്ഷെ അവര് വിളിക്കാണ്ട് പോയി. മീറ്റിംഗ് കഴിഞ്ഞ് എന്ത് രാവിലേക്കാണോ വിളിച്ചാൽ കാണാൻ മാറ്. വിളിച്ചില്ലെങ്കിൽ ഇല്ല. അത്രയേ ഉള്ളൂ.